ശരി, ശ്രീ നൗഷാദ് അലി ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൂടി വരുന്നു, കാത്തിരിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ പറയുന്നത്. എന്താണ് അതിൽ പറയാനുള്ളത്? അല്ല, അവര് CPM-ന്റെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് കോൺഗ്രസ് നേതാവിനെയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കട്ടെ. അങ്ങനെയാണല്ലോ ഇപ്പോൾ അവരുടെ രീതികൾ. അല്ലാതെ പോലീസിൽ കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ലല്ലോ. അവരത് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമതൊരു കാര്യം, ഇവിടെ ജയേന്ദ്രൻ പറഞ്ഞതല്ലേ എനിക്ക് വലിയൊരു എൻ്റെ ഒരു യുക്തിക്ക് നിരക്കാത്തൊരു കാര്യം. 60 ലക്ഷം രൂപയുടെ അഴിമതിയാണ് അല്ലെങ്കിൽ തട്ടിപ്പാണ് ഇവർ പറയുന്നത്. അപ്പോൾ 60 ലക്ഷം രൂപ ആയുഷ് വകുപ്പിലെ ഏതോ ഒരു തസ്തികയ്ക്ക് വേണ്ടിയാണ് ഈ 60 ലക്ഷം രൂപ കൈക്കൂലിയായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആണ് ഇദ്ദേഹം അതിനെ ഇങ്ങനെ ഒരു കഥാകഥനമായിട്ടൊരു തന്തുവൊക്കെ ആയിട്ട് അതിനിങ്ങനെ വികസിപ്പിക്കുന്നത്, ഒരു ത്രെഡിനെ. അപ്പോൾ ഏതാണ് ഈ 60 ലക്ഷം രൂപയൊക്കെ വില വരുന്ന ഈ ആയുഷിലെ താൽക്കാലിക പോസ്റ്റ് എന്നൊക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതൊക്കെ ആരോടാണ് പറയുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ ഇവരുടെ കൊടുത്ത ആൾക്കും തോന്നിയോണ്ടായിരിക്കും 22 ലക്ഷത്തിൽ ചുരുക്കിയത്. അല്ല, ഈ 60 ലക്ഷമൊക്കെ കൊടുത്ത് വാങ്ങാവുന്ന തരത്തിലുള്ള താൽക്കാലിക പദവികളൊക്കെ എന്താണ് ഈ ആയുഷ് വകുപ്പിൽ പിന്നെ NRHM-ൽ എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇതൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കളവ് പറയുമ്പോൾ പോലും അതൊക്കെ ഒരു യുക്തിഭദ്രമായിട്ട് അവതരിപ്പിക്കാൻ പോലും ഇവർക്ക് പറ്റാത്ത വണ്ണം ഇവരൊക്കെ വളരെ ദൗർബല്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാര്യവും കാരണങ്ങളും ഹേതുവും ഒക്കെ മറ്റു പലതുമാണ്. അതിനെയൊക്കെ ദിവസങ്ങളെടുത്ത് ലഘൂകരിച്ചും പരസ്യമായപ്പോൾ പിന്നെ ഇല്ല എന്ന് ആദ്യം നിഷേധിച്ചും അങ്ങനെ അവസാനം നിക്കക്കള്ളിയില്ലാതാവുകയോ അല്ലെങ്കിൽ വിരുദ്ധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോരിനിടയിൽ ഒരു ഗ്രൂപ്പിന് മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ ഈ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറമേക്ക് പറയുന്ന കാരണങ്ങളൊക്കെ വളരെ ദുർബലമാണ്. പക്ഷേ ഇവിടെ ജയചന്ദ്രൻ പറഞ്ഞ കാരണങ്ങൾ അതിലേറെ വലിയൊരു പരിഹാസ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇവിടെ വളരെയധികം ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു പക്ഷേ CPM-കാർക്കും പത്രക്കാർക്കും ഒക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ സാധാരണക്കാരായ ജനം ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് ഇത്രയും വലിയൊരു തോൽവി ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ ബുദ്ധദേവ് ഭട്ടാചാര്യ ആവാനുള്ള പിണറായി വിജയൻ്റെ ശ്രമങ്ങൾ ഇത്തരത്തിലൊക്കെ പുരോഗമിച്ച് മുന്നോട്ട് വരികയാണ് എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത്. ഏതായാലും CPM എവിടേക്കാണ് പോകുന്നത്, എന്ത് തെറ്റാണ് അവർ തിരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇതിലൂടെയൊക്കെ തീർത്തും സന്ദേശങ്ങളാണ് CPM കേരളത്തിന് ആവർത്തിച്ച് നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.